ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എബിക്ക് ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അതും കൊടുത്തതിന് ശേഷം അവനുള്ള ലഞ്ച് പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഇനി ലഞ്ച് പാക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലാതെ കാണിക്കേണ്ട. അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് അല്ല കുഞ്ഞു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം, എന്തായാലും പാക്ക് ചെയ്യുന്നതും കാണാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചക്ക അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നു, തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, മീൻകറി, സലാഡ്, ഇത്രയും കാര്യമാണ് കേട്ടോ എബിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതെല്ലാം പാക്ക് ചെയ്തു. ഇതുപോലത്തെ ടവൽ വെച്ച് പൊതിഞ്ഞാണ് ഇപ്പോൾ കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് കൊണ്ടുവരേണ്ടതെന്നൊക്കെ. അതുമൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ എബിയും കുട്ടും ഉണ്ടായിരുന്നു, രണ്ടുപേരുമായിട്ട് ഞാൻ താഴോട്ട് പോയി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇവർ ഒരുമിച്ച് ഇങ്ങ് കയറി വന്നോളൂ. രാവിലെ എന്തോ എനിക്ക് രാവിലെ കൊണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് രണ്ടുപേരെ. അങ്ങനെ ഞാൻ പകുതി ദൂരം വരെ കൊണ്ടാക്കും. അപ്പോഴത്തേക്കും ബസ് എത്തും. ഇവിടെ നമ്മളൊരു 8:15 ഇറങ്ങും കേട്ടോ. അപ്പോൾ 8:20 ആകുമ്പോഴത്തേക്കും ബസ് വരും. അതനുസരിച്ചാണ് അങ്ങോട്ട് താഴോട്ട് പോകുന്നത്. അപ്പോൾ അവരെയും കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന സമയത്ത് തന്നെ ഇതാ പീനട്ടൊക്കെ നല്ല വലുതായിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഇങ്ങനെ കൊലകൊലാന്ന് കിടക്കുന്ന കണ്ടിട്ടുണ്ട്, ഇവിടെയല്ല വേറെ സ്ഥലങ്ങളിൽ. പക്ഷേ ഇവിടെ എല്ലാം ഓരോന്നേ ഉണ്ടാകാറുള്ളൂ കേട്ടോ. എന്നാലും മഴ ആയതുകൊണ്ട് തന്നെ ഈ പീനട്ടിൻ്റെ ഒരു ടേസ്റ്റും അറിയാൻ പറ്റുന്നില്ല. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേനൽ സമയമൊക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റും. ഈ പീനട്ട് അതായത് കപ്പലണ്ടിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും അങ്ങനെ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഒരു കൊച്ചിച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാമൻ തന്ന ചോക്ലേറ്റാണ് കേട്ടോ. എബിക്കും കുട്ടനും ഞാൻ വഴി വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചത്തേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് അരി ഇടാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ വലിയ ജോലിയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറി വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഉച്ചത്തേക്കും രാത്രിത്തേക്കും ഒക്കെ അവർക്കുള്ള ചോറിനുള്ള അരി തിളപ്പിച്ച് വെച്ചാൽ മാത്രം മതി, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് മൊത്തത്തിൽ ഹോളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുന്നുണ്ട് ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇട്ട സിനിമ പകുതിയോളം കണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഓഫാവും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പണ്ടത്തെ കുറേ സിനിമകളാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നത് കേട്ടോ. ജഗദീഷ്, സിദ്ദിഖ്, സായി കുമാർ ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലിപ്പോൾ തനിയെയുള്ള സമയത്തൊക്കെ ഇതേപോലെയുള്ള പഴയ സിനിമകളൊക്കെ ആയിട്ട് കാണാൻ എനിക്കിഷ്ടമാണ്. ഞാൻ കാണുന്നുമുണ്ട് കേട്ടോ. നമ്മൾക്കിപ്പോൾ നമുക്ക് കേബിൾ ഉണ്ടാകുന്ന സമയത്ത് പോലും ഇത്രയ്ക്കും സിനിമകളൊന്നും കണ്ടിട്ടില്ല. ചില സമയത്ത് കാണുന്ന സിനിമ തന്നെ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സിനിമ യൂട്യൂബിൽ തന്നെ ഇട്ട് കാണാമല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. എൻ്റെ പഴയ ഒരു പാൻറ്റ് എടുത്തിട്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. ജനൽ മൊത്തത്തിലൊരു പൊടിയായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഹോളൊക്കെ തൂക്കുന്ന സമയത്ത് ചൂല് വെച്ച് തന്നെ ഇതെല്ലാം ഇതിലെ വലയൊക്കെ എടുത്ത് മാറ്റും. എന്നാൽ പോലും മറ്റേ പൊടിയൊക്കെ ഇതിൽ തന്നെ ഇങ്ങനെ അടിഞ്ഞിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളം മുക്കിയല്ല തുടച്ചത്, സാധാരണ അല്ലാത്ത രീതിയിൽ തന്നെയാണ് തുടച്ചത്. ചില സമയത്ത് ഈ ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ അല്ലേ വെള്ളം നമ്മളെപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് തുരുമ്പിച്ച് പോയാലോ എന്നുള്ള പേടിയിലാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അല്ലാതെ തന്നെയാണ് ഞാൻ തുടച്ചൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇത് ഇവിടെ തുടച്ചെടുത്ത പോലെ തന്നെ എനിക്ക് ഹോള് നമ്മുടെ ഇതുണ്ട് സോട്ട് കേസ് അവിടെയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എബിൻ്റെ ഫോട്ടോസ്, എൻ്റെ കുറേ ബുക്കുകൾ, കാര്യങ്ങൾ, നമ്മുടെ ഫോട്ടോസ്, അവൻ്റെ ട്രോഫി, അവന് കിട്ടിയ മെഡല്, ഇതെല്ലാം അങ്ങനെ അലങ്കോലമായിട്ട് അവിടെ നമ്മുടെ ഷോർട്ട് കേസിലും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വൃത്തിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നീട് ഇനി എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ മുറികളും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ മുറിയിൽ നമുക്കിപ്പോൾ 2 അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ പൊടികളൊക്കെ കയറി കിടക്കും. ഇപ്പോഴൊന്നും നമ്മളിതൊന്നും അറിയില്ല. പക്ഷെ ഒരു ജലദോഷമൊക്കെ വന്ന് കിടക്കുന്ന സമയത്താണ് ഈ പൊടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭയങ്കര അലർജി ആയിരിക്കും. നമ്മൾ കട്ടിലിൻ്റെ സൈഡിലും ഒക്കെ ഭയങ്കരമായിട്ടും തോന്നാറുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കും ചില സമയത്ത് മടി വരും. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കാം. ജോലി ചെയ്യാൻ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നൊരു ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇച്ചിരി വലയും ഒന്നും അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തായാലും തൂത്തു പോകുമല്ലേ, അതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ. കൂട്ടത്തൂടെ ഞാൻ സിനിമയെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് സിനിമയൊക്കെ കണ്ടാണ് അങ്ങനെ ഇന്ന് ജോലി ചെയ്തത്. അപ്പോൾ സിറ്റ് ഔട്ടിട്ടല്ല, നമ്മുടെ ഷോർട്ട് കേസിൽ തന്നെ കുറേ ഒതുക്കാൻ ഉണ്ടായിരുന്നു. വെറുതെ കുറേ വേസ്റ്റ് പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ മെഹന്തി ഡിസൈൻ പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ മെഹന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ മാസമായി അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കല്യാണ കാസറ്റാണ് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചത്. ഇപ്പോൾ കാസറ്റൊന്നും ഇല്ല കേട്ടോ അതിനകത്ത്. കാസറ്റ് വെച്ച ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ചേട്ടൻ്റെ വീട്ടിലതുപോലെ കല്യാണ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോക്കാരന്മാരെ നമ്പർ ചേട്ടൻ്റെ ഒരു ഫോണിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മിസ്സായിപ്പോയി. ആ സിം കാർഡോടെ മിസ്സായിപ്പോയി. അതെങ്ങനെയെന്ന് വെച്ചാൽ അതൊരു വലിയ കോമഡിയാണ്, ഞാൻ പറയുന്നില്ല. കാരണം ഈ വീഡിയോ കണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ കമൻസ് പറയുന്ന കുറേ പേരുണ്ട്. അവർക്കെന്നത് കേൾക്കുമ്പോൾ തോന്നും അവരെന്നെ എന്നെ കളിയാക്കുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ നിന്ന് മിസ്സായിപ്പോയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ക്യാമറക്കാരെ വിളിക്കാനോ നമ്മുടെ ഫോട്ടോയും ഒന്നും എടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. കാണാൻ പറ്റിയില്ലല്ലോ. പകുതിയോളം പൈസയും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ്റെ ഒരു ബന്ധു വഴിയാണ് അവർ ഏർപ്പാടൊക്കെ ആക്കിയത്. ആ ബന്ധു പിന്നീട് ഗൾഫിൽ പോവുകയും അവരുടെ കയ്യിൽ നിന്ന് ഈ നമ്പറെല്ലാം മിസ്സായി പോവുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് പിന്നീട് ആ ക്യാമറക്കാരുമായിട്ടൊരു ബന്ധവും ഇല്ല. പിന്നെ അവരുടെ നിന്ന് കൊടുത്ത പൈസയും പോയി, വീഡിയോ ഇല്ല, ഫോട്ടോയും ഇല്ല, അങ്ങനെയൊക്കെ ആയിപ്പോയത് കേട്ടോ. പിന്നെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വേറെ ഒരു സിനിമ, മമ്മൂട്ടിയുടെ ഒരു പഴയ സിനിമയൊക്കെ ഇട്ട് കണ്ടു കേട്ടോ. അതും കണ്ടാണ് ബാക്കി ജോലികളൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറേ നേരം വരെ ഫോൺ വിളിച്ച് അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ കുറേ സമയം പോയി കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് അവളിങ്ങനെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ കുറേ നേരത്തെ ഈ ജോലിക്ക് ശേഷം കാലിൽ പെട്ടെന്നൊരു വേദന വന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നു. കുറേ നേരം ഇരുന്ന സമയത്തൊന്ന് വിരലൊന്ന് വലിച്ചു തരുമെന്ന് ചോദിച്ച സമയത്ത് എനിക്ക് ചെയ്തു തന്നാണ് കേട്ടോ. മുമ്പൊക്കെ എനിക്ക് എപ്പോഴും ചെയ്തു തരും. ഇപ്പോൾ പറഞ്ഞാൽ മാത്രമേ ചെയ്തു തരുള്ളൂ. കാരണം ചേട്ടനും ആകെ ക്ഷീണിച്ചൊക്കെയാണ് ജോലി ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ അധികം പറയാറുമില്ല. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് വെച്ച് ചക്ക എടുത്തിട്ട് ചക്കയട ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് മധുരം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മുമ്പൊക്കെയാണെങ്കിൽ ചക്കയട ഉണ്ടാക്കുന്ന സമയത്ത് വേറെ മധുരമേ ഇടാറില്ല. ആ ചക്കയുടെ മധുരം തന്നെ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ശർക്കര കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് മധുരം കുറവായതുകൊണ്ട് തന്നെ. നാളത്തേക്കുള്ള എല്ലാം അരിഞ്ഞു വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ.